ഫിലോസ് നടന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിച്ചു കേട്ടോ ഉദ്ഘടിക്കുകയാണ് ഇതിനെ ഫസ്റ്റത്തെ. ഇത്രയും സുന്ദരികളായ 7 പെടകള് ഇവറ്റകളെ കൊത്തി ഇങ്ങനെ ഇതാക്കേണ്ട വല്ല ആവശ്യമില്ല. അപ്പൊ ആ പോലെയാണ് നമ്മുടെ മീൻ കോട്ടയം ഭാഗത്തൊക്കെ വെക്കുന്ന സ്റ്റൈലുള്ളതാണ്. ഒരു കടുക് കൂട്ടിക്കും. ഞാനെന്ത് കടുക് കൂട്ടി, നമ്മൾ തൃശ്ശൂർക്കാരായതുകൊണ്ട് കടുക് കൂട്ടിക്കുന്നത് ഞാൻ അങ്ങ് ഒഴിവാക്കി. അന്നത്തെ ടേസ്റ്റ് ആലോചിച്ചിട്ടാണ് പറയണത്. ഇന്ന് വരെ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി എന്നിട്ട് പിടിച്ചു നിർത്തിയാണ്. ഇനി ഉണ്ടിട്ടാ ക്രിസ്റ്റീരെ കല്യാണരാമനിലൊക്കെ പറയില്ലേ ഇങ്ങനെ മണ്ണടിക്കുമ്പോ ഇതിൽ ഇത്തിരി ഉപ്പ് കുറവാന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ. എന്ന പോലെ ഇപ്പൊ ക്രിസ്റ്റി പറയാണ്ട് ഇതില് ഉപ്പ് കുറവ് പോലെ തോന്നുന്നു. പേടിച്ചിട്ട് നിൽക്കണ ക്രിസ്റ്റി എന്തിട്ടാണ് ഞാൻ പറയാൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് ഫിലോസാന്ന് റംബുട്ടാൻ എന്ന് പറഞ്ഞ തൈ എല്ലാവരും ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും. അതിനേക്കാളും അതേപോലെ തന്നെ അതേപോലത്തെ പഴം തന്നെ ഉള്ളിലത്തെ സാധനം ആ ഫ്രൂട്ട് അതന്നെ. പക്ഷേ അതിനേക്കാളും ടേസ്റ്റുള്ള സാധനമാണ് ഫിലോസാൻ. നമ്മൾ വാങ്ങിച്ചു 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായി. 3 തൈ വാങ്ങിച്ചിട്ടുണ്ട് ഫിലോസാൻ. കണ്ട അത് നട്ടിട്ടില്ല. അപ്പോൾ നടാൻ പോവാണ് നമ്മൾ. ഈ തണ്ട് മണ്ണിൽ വരാൻ പാടില്ല. ഈ കണ്ട ഈ സാധനം മണ്ണിൽ വരാൻ പറ്റില്ല. താഴെ മണ്ണിൽ വരാൻ പാടില്ല. നടുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. അവിടെ പുല്ല് പിടിപ്പിക്കാനായിട്ട് നനച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് മണ്ണ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇത് മണ്ണൊക്കെ ഇട്ട് നിരത്തി. അപ്പോൾ എന്നിട്ട് കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക. ഈ പുല്ല് പിടിപ്പിക്കുന്നതിന് മുമ്പ് ഈ നനച്ചു കൊടുക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടാ ഈ മുത്തങ്ങ എന്ന് പറഞ്ഞ സാധനം പൊന്തും. കണ്ട പുല്ല് പൊന്തിരണ്ട. ഇത് മണ്ണിട്ട് കൊടുത്തിട്ട് അപ്പോൾ ഈ പുല്ല് പൊങ്ങണത് എവിടേക്കാന്ന് നോക്കി കഴിഞ്ഞിട്ട് ആ പുല്ല് പറിച്ച് കളഞ്ഞിട്ടാണ് മറ്റേ പുല്ല് ഈ ബഫല്ലോ ഗ്രാസ് ഈ സാധനം ഈ പുല്ലില്ല ഇപ്പോൾ നമ്മൾ പീസുകളിൽ ഇത് പിടിപ്പിക്കുള്ളൂ. അപ്പോൾ ഒരു 2 ആഴ്ച നനച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഇട്ടോണത് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഫിലോസാൻ വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് അവൻ പറഞ്ഞിട്ടുള്ളത് ചാണപ്പൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി ഇത് 3ഉം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇടാൻ പറഞ്ഞു പോണത്. പക്ഷേ നമുക്ക് ചാണപ്പൊടി ഇവിടെ കിട്ടിയില്ല. എല്ലുപൊടി കിട്ടി, കപ്പലണ്ടി പിണ്ണാക്ക് കിട്ടി. കണ്ട കപ്പലണ്ടി പിണ്ണാക്ക് ഇത് കണ്ട കടല ചില സ്ഥലത്ത് കടല പിണ്ണാക്ക് എന്നാണ് പറയുന്നതുകൊണ്ട് ഇതൊരു കിലോയ്ക്ക് 40 രൂപ. 1 കിലോയ്ക്ക് ഇത് 2 കിലോ വാങ്ങിച്ചു. എല്ലുപൊടി ഇതിൻ്റെ വളർച്ചയ്ക്കുള്ളതാണ്, നല്ലതാണ്. എല്ലുപൊടിക്ക് എത്ര വില? 90 രൂപ. എൻ്റെ ദൈവമേ, 90 രൂപയാണ്. പിന്നെ 2 കിലോ കപ്പലണ്ടി പിണ്ണാക്കും പിന്നെ കടയിത്തള് ഒരു പാക്കറ്റ്. ഇത് രണ്ടും ഇതെല്ലാം കൂടി 380 രൂപ സാധനം വാങ്ങിച്ചു. നമ്മളിത് നടാൻ പോകണം. അപ്പോൾ ഞാൻ ഈ ഈ ചാണപ്പൊടിക്ക് പകരം കോഴിക്കാട്ട ചേർക്കാണ്. കോഴിക്കാട്ട നമ്മുടെ വീട്ടിൽ കോഴിക്കൂട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ ഫിലോസാൻ അതിവിശിഷ്ടമായ ടേസ്റ്റുള്ള ഫിലോസാൻ നടാൻ പോവാണ്. ഫിലോസ് നടുന്നത് ഇവിടെയാണ് കേട്ടോ. ഒരെണ്ണം നടുന്നത് ഇവിടെ. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് താത്തേണ്ട ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തണ്ട് പറഞ്ഞ പോലെ തണ്ട് താഴാൻ പാടില്ല. ഈ ഒട്ടിൻ്റെ അവിടെ നിന്ന് മണ്ണിലേക്ക് പോകാൻ പാടില്ല. അപ്പം അതിനനുസരിച്ചുള്ള താത്തിയാൽ മതി. ഇവിടെ പിന്നെ നല്ല മണ്ണിളക്കലാണ്. കണ്ട വളക്കൂറ് ഇഷ്ടം പോലെയാണ്. കണ്ട അടിയിലെ ഇലകളൊക്കെ ചീഞ്ഞ്. ഇപ്പം നമ്മുടെ കുഴികുത്തിൽ കഴിഞ്ഞു കേട്ടോ. കുഴികുത്തിൽ കഴിഞ്ഞു. നമുക്ക് ചാണപ്പൊടിക്ക് പകരം കോഴിക്കാട്ട എടുക്കാൻ പോകാം. അപ്പോൾ കോഴിക്കോട്ടിലൊരു തമാശയില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കോഴിക്കോട്ടിൽ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ജീവിതത്തിൽ കാണുന്നതിൻ്റെ ഒരു നേർക്കാഴ്ച ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കറിയില്ല, നമ്മുടെ ഈ കോഴിക്കോട്ടിൽ ഗടാഗടിയന്മാരായിട്ടുള്ള 4, 3, 7 പെടകളുണ്ട്. നല്ല വലിപ്പാണ്. പിന്നെ ഒരു ചാത്തനെ കൊണ്ടുവന്നിട്ട് വേണ്ടത്. ആ ചാത്ത ഒറ്റ കണ്ണനാണ്. ഈ പെടകൾക്കൊരു നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് ആൻലേട്ടൻ്റെ അവിടെ നിന്ന് ഈ ചാത്തനെ കൊണ്ടുവന്നതാണ്. ഇവനെ ഇപ്പം കെട്ടിയിട്ട് വേണം ചാത്തനെ. കണ്ട കയറുമ്പ കാല് കെട്ടിയിട്ട് വേണം. കയറുമ്പ കാല് കെട്ടിയിട്ട് വേണം. അങ്ങനെ എന്താ പറയാ? അല്ല, ഈ കോഴിയുടെ കാലുമ്മ കയറ് കെട്ടിയിട്ട് വേണം. അതെന്തിനെ കെട്ടിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഈ 8 സുന്ദരികളായ പെടകളുണ്ടല്ലോ, ഇവരെ പുലർച്ചെ ഞാൻ കാലത്ത് 5 മണിക്ക് എണീക്കും. ആ സമയം തൊട്ടിട്ട് ഇവരെ ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2-3 മാസമായി കൊണ്ടിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവരെ ഈ 5 പെടകളിട്ട് കൊത്തി ഓടിയിട്ടിട്ട് ഈ 5 പെടകളും ചേർന്നിട്ട് ഇതിനെ ആക്രമിച്ചു കഴിഞ്ഞത് ചാവും. പക്ഷെ അവർക്ക് ഒത്തൊരുമില്ല. എല്ലാത്തിനും അവൻ മുക്കിൽ കൊണ്ടുപോയിട്ട് കൊത്തല പണി. എല്ലാവരും മുക്കിൽ കൊണ്ടുപോയിട്ട് കൊത്തി ഒതുക്കും. അപ്പൊ ഞാൻ ഇവനെ കെട്ടിയിട്ടല്ലേ നമ്മളെ തെറ്റി പറയാൻ പറ്റും?
പറ്റില്ല. അത് കെട്ടിയിട്ടില്ലെങ്കിൽ ഈ പടകളൊക്കെ പണി കഴിക്കും. അപ്പോൾ കെട്ടിയിട്ടിട്ടാണ് അവന് തീറ്റ കൊടുക്കുന്നത്. അപ്പം ഞാൻ കോഴിക്കാട്ടം മാന്താമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കാര്യം പറഞ്ഞത് മാത്രം, നമ്മുടെ അമ്മേരെ വീടിൻ്റെ അവിടെ പണ്ട് കേട്ടോ, അപ്പോഴും നല്ല കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കോന്നിയാപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കോന്നിയാപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ആൾക്ക് 2 ഭാര്യമാരത്ര. അപ്പോൾ അവർക്ക് കോന്നിയപ്പനും ഭക്ഷണം വയ്ക്കാറുണ്ട്. ഭക്ഷണം വയ്ക്കാന്ന് പറഞ്ഞാൽ ഭാര്യമാരൊക്കെ നല്ല സ്വരുമേലാണ്, ഒരുമിച്ച് നല്ല ഒരു കൂട്ടാണ്. 2 ഭാര്യമാരുണ്ടെങ്കിൽ ഇപ്പോൾ സ്പർദ്ധയിലൊന്നല്ല, ദൈവരെ പോലെ തന്നെ കൂട്ടാണ്. അപ്പോൾ ഈ ഉച്ചയ്ക്ക് കൂട്ടാൻ വയ്ക്കും. കൂട്ടാൻ വയ്ക്കുന്ന പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു വട്ടം കൂട്ടാൻ വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യമാർക്ക് കോഴി കൂട്ടാൻ. കോഴി അന്ന് നാടൻ കോഴി തന്നെയാണല്ലോ, ഇങ്ങനെ ബ്രോയിലൊന്നുമില്ലേ. 60 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണിത്, അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി പറയണതല്ല, അച്ഛൻ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ഭാര്യമാർക്ക് കോഴി, ഇങ്ങേർക്ക് പോത്തിറച്ചി. അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുപ്പത്താണ് വെക്കുക. പെട്ടെന്ന് തന്നെ അയാളുടെ പാചകം പോത്തിറച്ചി വേഗം തന്നെ വെച്ച് ഇയാൾ വേഗം തന്നെ അത് കഴിച്ച് തീർത്തു. അതിന് ഉച്ചയ്ക്കുള്ള ഫുഡിന് കിട്ടാം. ഉച്ചയാവാറായപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അവിടെ ഒരു വഴക്കുണ്ടാക്കി, വീട്ടിലൊരു വഴക്കുണ്ടാക്കി. 2 ഭാര്യമാരെയും അടിച്ച് ഓടിപ്പിച്ച് പുറത്തേക്ക് ഓടിപ്പിച്ചിട്ട് ആൾ ഒറ്റയ്ക്ക് ഈ കോഴി കൂട്ടാനിരുന്ന് ഒറ്റയ്ക്ക് കണ്ടിരുന്ന് കഴിക്കുക. ഭാര്യമാരെ അടിച്ച് പുറത്ത് ഒരു കാരണം കിട്ടണമല്ലോ, അവർക്ക് കൊടുക്കാണ്ടിരിക്കാനല്ലോ. 2 ആൾക്ക് കിട്ടണം. ആൾ ഭയങ്കര ആരോഗ്യവാനാണെന്ന് പറഞ്ഞിട്ടത്. അങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ തൊണ്ടയിൽ ഒരു വലിയൊരു എല്ല് തടഞ്ഞു. തൊണ്ടയിൽ ഇതിൽ വിഴുങ്ങിയപ്പോൾ എല്ല് തടഞ്ഞു. എന്നിട്ട് ആൾ തലയിൽ അമ്മിയില്ലേ നമ്മൾ അരയ്ക്കുന്നത്, അമ്മി തലയിൽ വെച്ചിട്ട് ആ വശത്തോടെ ഓടി എന്നാണ് പറയുന്നത്. ഇത് ഇറങ്ങാനായിട്ട് തൊണ്ടയിൽ നിന്ന് ഇറങ്ങണ്ടേ, ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു സംഗതി. അതുപോലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇത്രയും സുന്ദരികളായ 7 പെടകൾ ഇവറ്റകളെ കൊത്തി ഇങ്ങനെ ഇതാക്കേണ്ട വല്ല ആവശ്യമില്ല. അവർ സാധാരണ മനോഭാവത്തോടെ അവർ ഒരുമിച്ച് സുഖമായിട്ട് തിന്നും കുടിച്ചും ജീവിക്കുക. അവർക്ക് ഒരെണ്ണത്തിനെ പോലും നമ്മൾ കൊല്ലണില്ല. ഇവരെ കൊല്ലാനും തോന്നില്ല. എനിക്ക് ഈ പെടകളിൽ നിന്ന് കൊല്ലാൻ തോന്നുന്നില്ല. കാരണം നല്ല ഗടാഗടിയന്മാരെ, നല്ല ഭംഗിയുള്ള ഇവർ നമുക്ക് നന്നായി കോഴിമുട്ട തരുന്നുണ്ട്. പിന്നെ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഇവനൊക്കെ കുറച്ചാൾ തീ കെട്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ്. നല്ലത് കിട്ടിക്കഴിഞ്ഞാലും അതിനെ നശിപ്പിക്കാൻ നോക്കും. ഇതാണ് ഇതിലത്തെ ഒരു തമാശ കേട്ടോ. തമാശ എന്ന് പറയാൻ പറ്റില്ല, ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ. ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഞാൻ അത് ആക്കിയപ്പോൾ ചാത്തനെ എല്ലാവരും കൂടിയിട്ട് ചാത്തനെ അടുത്തേക്ക് ഒക്കെ ചെന്നിട്ട് ഒരു കൂട്ടായിട്ട് ഒരു ടീമായിട്ട് നിന്നില്ല. ഒറ്റ കണ്ണ ചാത്തന ഒരു കണ്ണ ആൾക്ക് കാണല്ലോ. ഇനിയിപ്പോൾ അവനെ അഴിച്ചിട്ട് നോക്കിയേ അപ്പം കൊത്തു തുടങ്ങും. എല്ലാത്തിനും കൊത്തി. ഇപ്പോൾ ഈ കൂട് അടച്ചിട്ട കാരണം ഈ കോഴികളൊക്കെ അയ്യോ നാട്ടുകാരെ ഓടി വരുന്നേന്ന് പറഞ്ഞിട്ട് കോഴികളൊക്കെ പുറത്തേക്ക് ചാടും. ഇപ്പം ഞാൻ വരുന്ന കാരണം അവനെ കണ്ടു നിൽക്കണമെന്ന് മാത്രം. ഒരു ഫിലോസാൻ നടന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതിന് ഇത്രയേറെ കഥകളുണ്ട്. കോഴിയാട്ടം ബെസ്റ്റ് വളമാണല്ലോ. അത്രയ്ക്ക് അധികം ഇടണ്ട. അധികം ഇട്ട് കഴിഞ്ഞാൽ നന്നായി നനച്ചു കൊടുക്കേണ്ടി വരും. കോഴിക്കാട്ടം ഭയങ്കര ചൂടല്ലേ. 3 ഇതിന് മതി, കൂടിയിട്ട് ഇത്രയ്ക്ക് മതി. ഇപ്പോൾ കോന്നിയപ്പൻ്റെ കഥ കേട്ടില്ലേ? നമ്മൾ അച്ചാച്ചൻ മരിച്ചിരിക്കുന്ന ടൈമിലേ 1980 അച്ചാച്ചൻ മരിച്ചിരിക്കുമ്പോൾ ഈ വൈകുന്നേരം സദ്യ വയ്ക്കാൻ ആളുകൾ വരില്ല. സദ്യ വയ്ക്കാനായിട്ട് പണ്ടത്തെ അമ്പ്രാളാ അവരൊക്കെ വരും. അവർ വയ്ക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവമാണിത് കേട്ടോ. കോഴിക്കാട്ടം നമ്മളിടുന്നു. കപ്പലണ്ടി പിണ്ണാക്ക് ഞാൻ പൊടിക്കണമെന്നില്ല, ഇനി ഇടണു. 2 പിടി വേണമെങ്കിൽ മിക്സിയിൽ പൊടിക്കാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നന്നായി നനച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എല്ലുപൊടി കണ്ട പതിയിട്ടാൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മുടെ ഫിലോസാന നടന്നു. എവിടെ? അവിടെ ഉണ്ടല്ലോ അവൻ. അമ്പഴങ്ങേരെ ഇതുപോലെ ഉണ്ട് കേട്ടാ ഫിലോസാൻ്റെ ഇത്. അപ്പോൾ ഇത് കണ്ട ഇങ്ങനെ ഉറച്ചു കണ്ട. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കുറച്ചൊന്ന് ഉടച്ചിട്ടെന്ന് വയ്ക്കാം. കാരണം വേരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അമർന്നിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കണ്ട അതൊരു പൂട്ടിൻ്റെ പോലെ നമ്മൾ പൂട്ടുണ്ടാക്കില്ലേ, അതുപോലെ ഉള്ള നല്ല ഉറപ്പുള്ളൊരു സാധനമായി മാറി കേട്ടാ. താഴ്ച കൂടുതലാണ്, താഴ്ച ഇത്തിരി കൂടിയെന്ന് തോന്നും. ഇതിങ്ങനെ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് ആക്കാം അല്ലേ.
കണ്ട വേരുകളൊക്കെ കണ്ട. വേണ്ട വേണ്ട. അപ്പോൾ നമ്മൾ കുഴിച്ചു നിട്ടാ ഉദ്ഘടിക്കുകയാണ് ഇതിനെ. ഫസ്റ്റത്തെ ഫിലോസാം വയ്ക്കുകയാണ്. നന്നായി വരിക, വേഗം തന്നെ പഴമുണ്ടാക്കി തരിക. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ നടുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ അവിടെ സരിതയും കൃഷിയും കൂടിയിട്ടേ മീൻ കൂട്ടാൻ വയ്ക്കുകയാണ്. കൃഷിയുടെ സ്പെഷ്യൽ മീൻ കൂട്ടാൻ സ്ഥിരമായിട്ടുള്ളതാണ്. നമ്മളൊരു ആവോലി വാങ്ങിച്ചു കൊടുത്തു. ആവോലി എന്ന് പറഞ്ഞാൽ അടിപൊളി ആവോലിയാണ്. ഒരു 1,300 അവൻ്റെ തൂക്കം. അപ്പോൾ അതുകൊണ്ട് ഒരു കൂട്ടാൻ വയ്ക്കുകയാണ്. ഞാൻ അത് നടാൻ പോകുന്നു കേട്ടോ. കണ്ടത് ഈ സാധനം കണ്ട ഇത് മണ്ണിൻ്റെ അടിച്ച് പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഫിലോസാനെ വെള്ളം ഒഴിക്കുന്നു. ഓക്കെ, അടിപൊളി സുന്ദരിയായി. അപ്പോൾ നമുക്കിനി മീൻ കൂട്ടാൻ വയ്ക്കുന്നത് കാണാൻ പോവാം. അപ്പൊ ആവോലിയാണ് നമ്മുടെ മീൻ ട്ടാ. ഇതൊരു 1 കിലോനേക്കാളൊരു തരിയും കൂടിയും കൂടുതലുണ്ട് ആവോലി. വലിയ ആവോലിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചുമന്നുള്ളി വേണം, ഇഞ്ചി വേണം കണ്ട. പിന്നെ പച്ചമുളക് വേണ്ട, വേപ്പിൻ്റെ ഇല വേണം. ചേട്ടൻ വേപ്പിൻ്റെ ഇല പൊട്ടിച്ചോ. അപ്പൊ ഇത് ചതച്ചെടുക്കണം അല്ലേ? അപ്പൊ ചതക്കലാണ് വലിയ സ്പെഷ്യലായിട്ട് എല്ലാവരും വെക്കുന്നത്. എല്ലാതും വെക്കണത് തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാലും ക്രിസ്റ്റി അന്ന് വെച്ചത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കാരണം ഇത് എന്താ പറയാ, കോട്ടയം ഭാഗത്തൊക്കെ വെക്കുന്ന സ്റ്റൈലുള്ളതാണ്. ഒരു കടുക് കൂട്ടിക്കും. ഞാനതിൽ കടുക് കൂട്ടി, നമ്മൾ തൃശ്ശൂർക്കാരായതുകൊണ്ട് കടുക് കൂട്ടിക്കുന്നത് ഞാൻ അങ്ങ് ഒഴിവാക്കി. അതന്നെ. അല്ലാണ്ട് എനിക്കിതിൽ വലിയ സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയില്ല. പക്ഷെ ചേട്ടന് സരിതേശു നല്ല ടേസ്റ്റ് പറഞ്ഞു. എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അതന്നെ. ചിലപ്പോ ചിലവർ വെക്കണതിന്റെ അവരെ കൈപ്പുണ്യായിരിക്കും. ഞാൻ അതിൽ വരെ ഒന്ന് ചെയ്തിട്ടിപ്പോ ഇതില് ചുവന്നുള്ളി എടുത്തേക്കുന്നത്. ഇനിയിപ്പോ ചുവന്നുള്ളി ഇത്ര എടുക്കുമ്പോൾ ഇത് കുറെ ചുവന്നുള്ളി ആണല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് ഇങ്ങനൊരു ചെറിയ സജഷൻ പറയാം. സവോള എടുത്താലും മതി. സവോള സാധാരണ ടേസ്റ്റ് കിട്ടില്ല. ചുവന്നുള്ളിയുടെ ടേസ്റ്റ് എന്തായാലും സവോളക്ക് കിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് വലിയ ടേസ്റ്റ് അധികം ഡിഫറൻറ്റ് തോന്നിയിട്ടില്ല. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ അരിയല്ല കേട്ടോ ചെയ്യണ്ടേ. അരിയെ പോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ക്യൂബാക്കി നമ്മള് സർലാസിലൊക്കെ ഇടുന്ന പോലെ ക്യൂബാക്കിയിട്ട് പണിയുണ്ട് ചതച്ചെടുക്കാം. സബോളയിലും ചതച്ചെടുക്കാണ് മെയിൻ. അത് ചതച്ചെടുത്താൽ മതി. ചെറിയ ക്യൂബ് പീസസ് ആക്കിയിട്ട് അത് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടില്ല. ചുമന്നുള്ളി നന്നാക്കിയിട്ട് ചതക്കലാണ്. അതായത് അത് ചില സമയത്ത് ചുമന്നുള്ളിക്ക് നല്ല കോസ്റ്റ്ലി വരും കേട്ടോ. ആ സമയത്ത് പറയാൻ മാത്രം അധികം ഒന്നും ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് ചതച്ചെടുക്കാട്ടോ. അത് കഴുകിയിട്ട് ചതച്ചെടുക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. അവിടെ വെയിൽ വന്നു. ഉള്ളി ചതച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നല്ല വെയിലായി. അപ്പൊ ഇങ്ങോട്ട് പോന്നു കേട്ടാ. ഇനി എന്തിട്ട് ചെയ്യാൻ പോണം? തീ കത്തിക്കണം. ഇത് തീ കത്തിക്കുക. കാറ്റുണ്ടത്. പക്ഷെ ഇങ്ങനെ 3 സൈഡും അടച്ച കാരണമുണ്ടേ. അപ്പോൾ നമ്മൾ സാധാരണ ഈ കോട്ടയം സ്റ്റൈല് മീൻകറി വെക്കണേൽ വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഉണ്ടാവും. അതൊന്നും ക്രിസ്റ്റി ഉപയോഗിക്കില്ല. ഞാൻ സാധാരണ മീൻകറി വെക്കല് കുറവാ. കാരണം വീട്ടില് മീൻകറി ആർക്കും ഇഷ്ടമില്ല. അതായത് 2 പേരും മീൻ കഴിക്കില്ല. രണ്ടെപ്പോഴും വലിയ ഇഷ്ടമില്ല. പിന്നെ രണ്ടാമത്തെ ആള് ഒട്ടും മീൻ കഴിക്കില്ല. വറുത്ത് കൊടുത്താലും കഴിക്കില്ല. അതുകൊണ്ട് ഞാനും അങ്ങനെ ഒഴിവാക്കാറാണ് പതിവ്. അതേ വെളിച്ചെണ്ണ ഒഴിക്കാണ്. എന്തോരം വേണമെന്ന് പറയട്ടാ. ക്രിസ്റ്റി ചോദിച്ചു ചെയ്തോ. ഞാൻ നിൽക്കാം. ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടാ. ചൂടായി കഴിഞ്ഞാൽ തീ കുറയ്ക്കാം. ഉലുവയാണ് ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ ഇട്ടേട്ടാ. ഒരു 1/2 ടീസ്പൂൺ ഉലുവിട്ടുണ്ട് കേട്ടാ. ഇഞ്ചി ചതച്ചതും ചുമന്നുള്ളി ചതച്ചതും ഇടുകയാണ് കേട്ടാ. ഉലുവ പൊട്ടിയൊന്നുമില്ല കേട്ടാ. നേരെ അതിലേക്കൊന്ന് ചൂടായിട്ടുള്ളൂ. അതെ. അപ്പൊ കടിക്കില്ലേ കൂട്ടാനില് കക്കില്ലേ? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, അന്ന് കൂട്ടാൻ വെച്ചത് അങ്ങനെ തന്നെയല്ലേ. അന്നത്തെ ടേസ്റ്റ് ആലോചിച്ചിട്ടാണ് പറയണത്. ഇന്ന് വരെ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി എന്നിട്ട് പിടിച്ചു നിർത്തിയാണ്. ഇനിയും കേട്ടാ ക്രിസ്റ്റിയുടെ സീരീസ് ഓഫ് പാചകങ്ങൾ വരും. ഇതില് ഞാൻ സാധാരണക്കാൾ കുറച്ചും കൂടി എണ്ണ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എന്റെ അമ്മ അവിടെ പേടിച്ചല്ലേ എന്തിന്? അതും ചേട്ടനെ കണ്ടിട്ട്. അവിടെ പുല്ല് നമ്മൾ വെക്കുന്നില്ല. അപ്പൊ അവിടെയൊക്കെ പൈപ്പിന്റെ കണക്ഷനുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ ആയിരുന്നു. അത് കാരണം നമ്മളിതിൽ പ്രത്യക്ഷപ്പെടാണ്ടിരുന്നത്. മീൻ കൂട്ടാൻ വെക്കുമ്പോ നമ്മള് ഇന്നസെന്റ് മറ്റേ ഇതില് കുപ്പി പൊട്ടിക്കുന്ന ശബ്ദം, മദ്യത്തിന്റെ മണം എന്ന് പറഞ്ഞ് കാത്
എടുത്തുകൊണ്ട് നടക്കില്ലേ, അതേപോലെ തന്നെയാണ് മീൻ കൂട്ട അവിടെ വെക്കുന്നുണ്ടോ അവിടെ ഞാൻ ഉണ്ടാവണം. അപ്പോൾ ആവോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ക്രിസ്റ്റിയുടെ അജണ്ടയില് ആവോലി ഇല്ലാട്ടാ, അടരാത്ത മീനല്ലേ വേണ്ടത്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. ചാള വരെ ഈ ടൈപ്പിൽ വെക്കുന്നു അല്ലേ. ഏത് മീനും നമുക്ക് ഇങ്ങനെ വെക്കാം. നമ്മളിത് പോയപ്പോ ഒരു വലിയ ആവോലി ഒരു 1,300 ആവോലി നടന്നു കേട്ടാ, അതിന് വാങ്ങിച്ചത്. ഇപ്പോഴൊക്കെ ആവലിക്ക് ഭയങ്കര വിലയാണ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സീസണായ കാരണം, അല്ല സീസൺ പറയില്ല, സമയമായ കാരണം. ഇത് ഒരു 2-3 മിനിറ്റ് പഴന്നിട്ടുണ്ട് പേരൊക്കെ. മസാല പൊടികളാണ്. ആ ഇനി വല്ലാണ്ട് പാടൊന്നും വേണ്ട. മസാല എന്നെ വിളിച്ചു. ആര് വിളിച്ചു? ചേട്ടനെ വിളിച്ചാ? എന്നെ വിളിച്ചു കേട്ടെ. മതിയാ? ഇതില് മസാലകൾ എന്ന് പറയാൻ അധികമൊന്നുമില്ല കേട്ടാ. മുളക് പൊടി മതിയാ? ഇനി കാശ്മീരി മുളക് പൊടിയാണ് ഇടേണ്ടത്. അളവൊന്നും അറിയില്ല ചേട്ടാ, അങ്ങോട്ട് കൊട്ടിയുണ്ട്. കൂടുതലുണ്ട്. സാധാരണ മുളക് പൊടി ഇടുന്നതിന്റെ ഒരു ഇരട്ടി ഇട്ടുണ്ട് കേട്ടാ. ആ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അടരാത്ത മീൻ ആണോന്ന് ചോദിച്ചു. അത് വേറൊന്നുമല്ല, ഞാൻ ഇതിട്ട് ഇതിലേക്ക് ഇടും. അതിലേക്ക് നേരിട്ടിട്ട് ഇളക്കൂ. തീ കുറച്ചുണ്ട്, ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇത്രയും കുറയ്ക്കണം. അതിന് അടിയിൽ പിടിക്കണ്ടല്ലോ. ഓ മീൻ കഷ്ണം നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അയ്യോ സോറി, അതിന് മുന്നേ സാറില്ല, അത് കഴിഞ്ഞിട്ടാ മീൻ കഷ്ണം ഇടുന്നു. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതാവുമ്പോ ഒന്ന് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി വറക്കുന്നതിന്റെ ഒരു ചെറിയൊരു ഹാർഡ്നെസ് വരെയും ചെയ്യും. ആവശ്യത്തിനുള്ള മീൻ ഇട്ടാ മതി കേട്ടാ. അങ്ങനെ ഇളക്കൂല്ലേ? ഈ ഇളക്കുമ്പോ ഉടയാൻ പാടില്ല, അതുകൊണ്ടാണ് കൃഷി പറഞ്ഞത് കുറച്ച് എണ്ണയും കുറച്ച് കൂടുതൽ ഒഴിക്കും. ആവോലി വളരെ വളരെ ടേസ്റ്റുള്ള മീനാണ്. നെയ്മീൻ്റെ ഒപ്പം തന്നെ കിടപിടിക്കുന്ന നെയ്മീനേക്കാളും ടേസ്റ്റാണെന്ന് ഞാൻ പറയും. കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര എടുത്തേക്കുന്നത് ഒരു 6 5-6 പീസ്. വെള്ളം ഒഴിക്കില്ല, വെള്ളം കുറച്ച് ശരി. നമുക്കൊരു വേപ്പരും കൂടി ഇടാം. ഒരു ഭംഗിക്കട്ടെ, ഒരു കതിര് മതി. കൃഷി പറഞ്ഞ അവരവിടെ ഒരു വേപ്പുണ്ടെന്ന്, അത് വലിയ ഉയരം വലിയാണ്, ബെസ്റ്റ് മണാണ്. നമ്മുടെ വലിയ ഹൈറ്റിലേക്ക് പോണതല്ലേ, അല്ലാണ്ട് അവിടത്തേം ഭയങ്കര ഹൈറ്റിലേക്ക് പോണതാ വേപ്പില. അവിടെ ഒടിച്ചൊടിച്ച് നിർത്തിയിട്ട് നമുക്ക് അടിയിൽ നിന്ന് കുറെ പൊട്ടിക്കാൻ കിട്ടും. അവിടത്തെ വേപ്പിലേക്ക് ഇതിനേക്കാളും ബെസ്റ്റ് ഒരു മണം കൈ കൊണ്ടുവരാന്ന് പറയുന്നത്. ഹൈറ്റ് വെക്കില്ല, ഇത് നല്ല ഹൈറ്റിൽ മരായി പോണു, അത് ഇങ്ങനെ വീണ്ടും ഹൈറ്റിൽ പോകുന്നു. അതത്രയും മണുണ്ട്, വേപ്പിലൊരു മണം തന്നെയാണ്. ഉപ്പിടാം. ആ വഴറ്റണയിൽ വേണമെങ്കിൽ ഉപ്പിടാം നമുക്ക് അല്ലേ, ഇതിലേക്കുള്ളതും കൂടി. നല്ല കാറ്റാ. തിരി തീ കൂട്ടുന്നുണ്ട് കേട്ടാ. അതായത് ലോ ഫ്ലെയിമിൽ നിന്ന് ഒരു മീഡിയത്തിലേക്ക് ആക്കി കൂട്ടിപ്പിടിക്കണം. തുണി എടുത്തിട്ട് വളരെ സൂക്ഷിച്ച് ഇളക്കണം, അല്ലെങ്കിൽ മീൻ ചിലപ്പോ ഉടയാം. പക്ഷെ ഈ മീൻ ഉടയണമൊന്നുമില്ല കേട്ടാ. ഞാൻ പറഞ്ഞല്ലേ മീൻ അധികം അങ്ങനെ വെക്കാറില്ല, പരീക്ഷണങ്ങൾ അധികം നടത്താത്ത കൂട്ടത്തില. വീട്ടില് ചിക്കനാണ് പരീക്ഷണം. അപ്പൊ ഇന്നലെ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞല്ലോ, ചിക്കനാണ് കുറെ ടൈപ്പുകൾ ഉണ്ടാക്കാറുള്ളത്. മരത്തിന്റെ ഇതിന് പകരം ചട്ടകാകുമ്പോ ഇളക്കാൻ എളുപ്പത്ര. ഉടയാണ്ട് ഇങ്ങനെ നമുക്ക് അടിയിൽ ഇങ്ങനെ കിട്ടണം. ഇതുകൊണ്ട് പിടിച്ചോ. ക്രിസ്റ്റി ഇവിടെ തൃശ്ശൂര് അല്ലെങ്കിൽ എറണാകുളത്ത് അല്ലേ ക്രിസ്റ്റിയെ ഒരു പറ്റൊരു സ്ഥലം നോക്കുന്നുണ്ട്, ഒരു ഫുഡിന്റെ ഒരു സംഭവം. അതായത് കുറേ ടൈപ്പ് സാധനങ്ങളല്ല, ക്രിസ്റ്റിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടീ ഷോപ്പ് എന്നോ അങ്ങനെ പറയാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട്. അത് തന്നെ
തുടങ്ങാനായിട്ടുള്ള പറ്റിയൊരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അജിയുടെ വെള്ളം എടുത്തോ? തുടങ്ങിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്റ്റിയുടെ കൈപുണ്യം അറിയാൻ പറ്റും. ഞങ്ങൾ പറയണത് വെറുതെ അല്ല എന്ന് മനസ്സിലാവും. വെള്ളം ഒഴിക്കണം. അപ്പൊ കുറച്ച് സമയം ഒരു 5-8 മിനിറ്റ് സമയം ഇങ്ങനെ വെറുതെ ആ ഒരു മസാലയില് മീൻ മാത്രം ഇട്ടു. കുഴപ്പമില്ല. ഇല്ല, നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലായിരുന്നു ആക്കണെച്ചെങ്കിൽ ഇങ്ങനെ അടി പിടിക്കാണ്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിക്കും അല്ലേ? മീൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. ഒന്ന് ഇളക്കണം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല ചേട്ടാ. മീനായാലും പെട്ടെന്ന് വേവും. ഇതായിട്ടുണ്ട് സംഭവം. മീൻ മുളകിന്റെ കുത്ത് പിന്നെ പുളിയൊക്കെ ഇറങ്ങണ്ടേ? പുളി ചെറുതിലിട്ടൊന്ന് ഇറങ്ങിക്കോളും. ഇതിലധികം ചാറുണ്ടാവില്ല അല്ലെ? ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇത് കുറച്ച് പറഞ്ഞ പോലെ മീൻ കുറച്ച് കൂടുതലുണ്ട് നമ്മൾ എടുത്തേക്കാൾ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആവശ്യത്തിനുള്ള മീൻ എടുത്താൽ മതി എന്ന് പറഞ്ഞത്. നമ്മുടെ മീൻകുളത്തിലത്തെ മോട്ടർ വർക്കാവണില്ല. എന്നിട്ടിപ്പം അത് ശരിയാക്കിയിട്ട് വെള്ളം അടിച്ച് കളഞ്ഞിട്ട് കുറച്ച് നാളായി. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. ഞാൻ എപ്പോഴും ആവശ്യം ചേട്ടൻ നോണേ പറഞ്ഞ ആരാ പറഞ്ഞ? തീ കുറയ്ക്കണ കുറച്ചുകൂടി? കുറച്ചുകൂടി ഞാനൊരു വേപ്പിലിട്ടു. എനിക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ പറയല്ലോ കുറെ ഇടും, അല്ലെങ്കിൽ ഒന്നുമില്ല. വേപ്പിൻ്റെ വേപ്പില ഇടുമ്പോ കുറെ ഇടും, അല്ലെങ്കിൽ ഒന്നും ഇടില്ല. ഇപ്പൊ ചിക്കൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മട്ടേ ചെയ്യുമ്പോ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോ കുറെ വേപ്പിലിടും. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ടൈപ്പ് ആവുമ്പോ ഒന്നും വേപ്പിൻ്റെ ഇല്ല. അത് ചിലതിലൊരു അപ്പോ ആ വീഡിയോയില് നമ്മുടെ ഉറുമ്പിന്റെ മുട്ടേരെ അത്രക്ക് അമ്മ പിശുക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ല, അത്ര ചെറുതാക്കി ആ ചിക്കന്റെ വെപ്പ് നമുക്ക് വെക്കാട്ടാ. അത് വെറുതെ ഇങ്ങനെ ഇരുന്ന് തിന്നാൻ നല്ല രസമായിരിക്കുന്നുണ്ടല്ലേ? പൊടിപ്പൊടിയായിട്ട് ചാറൊന്നും ഉണ്ടാവില്ലല്ലേ? ഡ്രൈ ആയിട്ടിരിക്കും. പറ്റിയതാവൂല്ലേ? അത് എരി കൂട്ടി എടുത്തു കഴിഞ്ഞാൽ അതിന് പറ്റിയതാണ്. അപ്പൊ ശരിക്കും ബീഫൊക്കെ വറുത്ത പോലെ ഇരിക്കും. നമുക്ക് സ്കൂളിലേക്ക് ഇപ്പൊ പിള്ളേർക്ക് ഒന്നുമില്ല, ഹറിബറിയായിട്ട് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. ഇപ്പൊ ചിക്കൻ കൊണ്ടുവന്നു, നമ്മള് ചിക്കൻ കഴുകാനായിട്ട് ഒരു സമയം എടുക്കുമല്ലോ. ആ സമയം അത്രയും ചിക്കൻ കഴുകി വരുമ്പോ ഒരു സമയം. ഇപ്പൊ നമുക്ക് അതിൽ നിന്ന് ആവശ്യമുള്ള കുറച്ച് പീസസ് എടുത്ത് അല്ല ഇപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ചോറും കറിയും വെള്ളമൊക്കെ എടുത്ത് വെക്കും. അല്ല ചോറ് കറിയല്ല, ചോറും പാത്രങ്ങളും വെള്ളമൊക്കെ എടുത്ത് വെക്കുമ്പോ ഇത് റെഡി ആയി. അത്രയും സമയം മതി. പാട്ട് പാടി ചേട്ടാ ഇവിടെ വന്ന് നിന്നിട്ട് ഈ മീൻ കറിയിലേക്ക് നോക്കിയിട്ട് പാടാൻ പറ്റുമെന്ന് നോക്കാനാ. വായിൽ വെള്ളം വന്നിട്ടേ. ആജിയാണ് ഫേവറേറ്റ് മീൻ കറിയാണ്. എനിക്കല്ല കുറെ പേർക്ക് മീൻ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടില് രണ്ടുപേർക്ക് ഇഷ്ടമില്ല. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആള് നിവർത്തിയില്ലെങ്കിൽ മാത്രം മീൻ കഴിക്കാമെന്ന്. അതെന്താടാ നിനക്ക് മീൻ കറി ഇഷ്ടമില്ലാത്ത? ഇത് റിൻഡൻ ക്യാമറയുടെ പിന്നിൽ വന്നിട്ടുണ്ട്. റിൻഡൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ക്രിസ്മസ് ആയിട്ടൊരു ഷോർട്ട് ഫിലിം, ഒരു 1.5 മിനിറ്റിൻ്റെ ഒരു കുഞ്ഞ് ഷോർട്ട് ഫിലിം നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പ്രേമേട്ടനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. റിൻഡനാണ് അതിൽ കള്ളനായിട്ട് അഭിനയിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് ഈ വീഡിയോയിൽ അത് പിൻ ചെയ്ത് വെക്കാട്ടാ അതിന്റെ ലിങ്ക്. അത് ഫേസ്ബുക്കിൽ ഒരു 5 ലക്ഷം പേര് കണ്ടു ഇട്ടപ്പോഴത്തേക്കും. യൂട്യൂബിൽ അധികം പേര്. യൂട്യൂബിൽ അത് ഷോർട്സ് 1 മിനിറ്റിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടായിരുന്നു. അപ്പൊ അത് കുറെ പേര് കണ്ടായിരുന്നു. ഇപ്പൊ സാധാ വീഡിയോ ആയിട്ടല്ല ഇട്ടത്. അങ്ങനെ അപ്പൊ അതിന്റെ ലിങ്ക് തരാട്ടാ. അതെ, ജയന്തി ചേച്ചിയും റിൻഡനും പ്രേമേട്ടനാണ് അതിൽ അഭിനയിച്ചത്. നോക്കിയിട്ടില്ലേ? എന്നിട്ട് ഉപ്പ് കുറവാന്ന് മനസ്സിലായേ? ഇന്നലെ ക്രിസ്റ്റി പറഞ്ഞോളൂ, കല്യാണരാമനിലൊക്കെ പറയില്ലേ ഇങ്ങനെ മണ്ണടിക്കുമ്പോ ഇതിൽ ഒത്തിരി ഉപ്പ് കുറവാന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ. എന്ന പോലെ ഇപ്പൊ ക്രിസ്റ്റി പറയാണ്ട് ഇതിൽ ഉപ്പ് കുറവ് പോലെ തോന്നുന്നു. ആരെങ്കിലും ഉപ്പും വെള്ളമൊന്നും നോക്കാവോ? ടേസ്റ്റ് പറടാ മമ്മൂ. അയ്യോ രമണ കൈ കഴുകിട്ട് വാ. ദേ ഇവിടെ ടാപ്പ്, അവിടെ ടാപ്പ്. ഒരു ഇതായിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. അതല്ലേ അത് നീ ചൂടാറിയാലാണ് അതിന്റെ ഒരു ആ ഉലുവയുടെ സ്വാദൊക്കെ ഒന്ന് ഇറങ്ങി ടേസ്റ്റ് ആവുള്ളൂ. കറക്റ്റ് ചൂടോട് കൂടി ആയതുകൊണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് വെക്കുമ്പോ ശരിക്കും തലേദിവസം വൈകുന്നേരം വെച്ചേക്കണം അല്ലേ? പിറ്റേ ദിവസം കറക്റ്റ് ആവും. മാംഗോസ്റ്റിന്റെ ഇല പൊട്ടിച്ചാ
ആ അയ്യോ എന്റെ ടേസ്റ്റ് ടെസ്റ്റ് പാകത്തിനാണ് പരിപ്പ്. കഷ്ണത്തിലായി വരുന്നുണ്ടാവുള്ളൂ അല്ലേ? ഇത് മതി ഉപ്പ് ഇല്ലേ? കഷ്ണത്തിലേക്ക് പിടിച്ചു വരുന്നല്ലേ സമയം എടുക്കുമല്ലോ അത് പുളി ഇറങ്ങാനും സമയം എടുക്കും. ഇതൊന്ന് ചൂടാറുമ്പോ കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ പുളി കൂടാണെങ്കിൽ നമുക്ക് പുളി എടുത്ത് മാറ്റി മതിയല്ലോ. പിന്നെ ഇത് ഓഫ് ചെയ്യാം. അമ്മ പറഞ്ഞ പോലെ ഇരുന്ന അവൻ പറഞ്ഞ പിന്നെ ഓക്കെയാണ്. ഞാൻ അപ്പൊ ചാറൊന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. നീണത് ഇളക്കിയെടുക്കുക എടുത്തു. നേരത്തെ ചേട്ടൻ ഇലയിൽ നോക്കണേന്ന് ടേസ്റ്റ് നോക്കി. സാധാരണ മീൻകറി ഇതെങ്ങനെ വെച്ചാലും ഒരു ടേസ്റ്റ് വരും. ആ ടേസ്റ്റിനേക്കാൾ ഒരു വ്യത്യാസം ഉണ്ട്. ഇത് പേടിച്ചിട്ടാ നിൽക്കണ ക്രിസ്റ്റി. എന്തിട്ടാണ് ഞാൻ പറയാൻ അവരുടെ ഒരു പറയുമ്പോ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഒപ്പം ഒരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. ഇത് എനിക്ക് ഇടുന്ന് എന്താ പറഞ്ഞ പോലെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് വരും. ഇനി പുളി കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ കുഴപ്പമില്ല, എടുത്ത് മാറ്റിയാൽ മതി. പാകത്തിന് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ. ഇതിപ്പോ മീൻ കഷ്ണത്തിലേക്കൊക്കെ ഉപ്പൊക്കെ പിടിച്ചു വരുമ്പോ ഉപ്പിന് ചാറിൽ അങ്ങനെ കുറയാണെങ്കിൽ ഒത്തിരി ഉപ്പിട്ട് കൊടുക്കും. ഇപ്പൊ ഉപ്പൊക്കെ എല്ലാം പാകത്തിനാണ് കേട്ടാ. പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ഒഴിച്ച് ഉണ്ടാക്കി കൂട്ടാനൊന്നും പറയില്ല. ചേട്ടന് ഡൗട്ട് ഉണ്ടായിരുന്നു പച്ചവെള്ളം ചവയ്ക്കോ നോക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യവും അജിട്ടും എന്ത് പെട്ടെന്നാലേ കൂട്ടാനായത്. ഞാൻ വിചാരിച്ചേ തക്കാളി അടിച്ചൊഴിക്കണില്ല, മല്ലിപ്പൊടി ഒന്നും ഇടണില്ല, അതുകൊണ്ട് കൂട്ടാൻ ചാറൊക്കെ വെള്ളം പോലെ ഇരിക്കുന്നല്ലേ. അത് ശരി, ഞാൻ പറയണൊന്നുമല്ല ഇവിടെ കേൾക്കണം. ചേട്ടൻ എടുത്തിട്ട് വാ. ആ ഇഞ്ചിയും ചുമന്നുള്ളിയും അതേപോലെ ഫൈനായിട്ട് ചതച്ചെടുത്താലാണ് അപ്പൊ അത് ഇതിൽ മിക്സ് ആവും. ആക്ച്വലി അതാണ് ഇതിന്റെ ഒരു കുറുതായി സംഭവം. കുറച്ചും കൂടി ഉള്ളി ഉണ്ടായിരുന്നാൽ ഇത് കുറച്ച് മീൻ കൂടിയല്ലോ, കുറച്ചും കൂടി ഉള്ളി വേണ്ടതായിരുന്നു. കുറച്ചും കൂടി നല്ല തിക്കായിട്ട് ഇതില് ഇപ്പൊ നന്നായി എണ്ണ നിൽക്കുന്നുണ്ട്. ഇതിലിപ്പോ മീൻ നെയ്യുള്ള മീനായിരുന്നു കുറച്ച്, അപ്പൊ അതിന്റെ നെയ്യും പിന്നെ വെളിച്ചെണ്ണയും ഒക്കെ തെളിഞ്ഞു കണ്ട നല്ല ഗ്ലാമറുള്ള കൂട്ടാനായി മാറും. അപ്പൊ നമുക്ക് നിർത്താം. ചേട്ടൻ ചോറ് എടുക്കാൻ പോയി. ഇനി കഴിച്ചു നോക്കിയിട്ട് ഇവിടെ കഴിച്ചു നോക്കിയിട്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഇതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാം. അപ്പൊ ചേട്ടൻ ചൂടാറിയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ നിൽക്കും തോന്നുന്നില്ല. ചോറ് എടുക്കാൻ പോയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ല ഇനിയിപ്പോ ആ എണ്ണയില് മീൻ അങ്ങനെ തന്നെ ഇടണ്ട എന്നുണ്ടെങ്കിൽ സാധാ നമ്മള് ചെയ്യുന്ന പോലെ തന്നെ കൊടംപുളി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇപ്പൊ ആ ഗ്രേവിയില് വെള്ളം ഒഴിക്കുക, കൊടംപുളി ഇടാം, വരുമ്പോ മീൻ കഷ്ണങ്ങൾ ഇടാം. പക്ഷെ എനിക്ക് തോന്നണത് എന്താ വെച്ചാൽ ഇത്ര മീൻ കഷ്ണങ്ങൾ ഇല്ലാന്ന് വിചാരിക്കും. അപ്പോ ആ അത് ഗ്രേവിയിലുള്ളതെങ്കിൽ കുറച്ചും കൂടി സമയം അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ മീൻ അതിൽ കിടന്ന് മൊരിയും. എന്നിട്ടാണ് ഈ വെള്ളം ഒഴിക്കണമെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് മീൻ കൂടുതലുണ്ട്. ചോറെടുത്ത് വന്നു ആള്. ഞങ്ങള് നിർത്താൻ പോയിരുന്നു. അപ്പൊ എന്തായാലും ചേട്ടാ ചോറ് എടുക്കാൻ പോയ കാരണം ഫേവറേറ്റ് മീൻകറി കൂട്ടാൻ എടുക്കണേട്ടാ. ചാറെടുക്കാൻ പറ്റും. അതുകൊണ്ട് നല്ല ചാറ് നല്ല കൊഴുപ്പുണ്ട് കേട്ടാ. അത് ആ ഉലുവയുടെ ടേസ്റ്റ് ഇറങ്ങണമെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും ഇരിക്കണം. അതിപ്പോ നമ്മള് മൂരുകറി വെച്ചിട്ടായാലും ഒന്ന് ആ ഉലുവ മുഴുവൻ ഇടണമെങ്കിൽ എങ്ങനെയായാലും ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാലാണ് അതിന്റെ ഒരു സിംഗായിട്ട് ടേസ്റ്റ് ഇറങ്ങുള്ളൂ. കറക്റ്റ്. ഞാനങ്ങനെ കാത്തിട്ട് നോക്കിയ ചോറ് ചൂട് ചോറ് കൂട്ടാനും പിന്നെ ചൂടില്ലല്ലോ. ആ ചേട്ടനെ എല്ലാ വീഡിയോയിലും ഡയലോഗ് പറയണം, ചൂടുണ്ട് എന്ന്. ചൂടുണ്ട് എന്നാലും ഞാൻ കഴിക്കുകയാണ്. ഇന്നലെ പറഞ്ഞില്ലേ എന്തോന്നും മിണ്ടാത്തേ. അതെ അതിന് ഞാൻ വന്നേന്ന്. ഉരുളയ്ക്ക് വേണ്ടി വന്നു. അടിപൊളി കൂട്ടാൻ കേട്ടാ. നിങ്ങൾ വെച്ചത് നേരിട്ട് ഏത് മീനും വെക്കാം. ചാള വെക്കാം. ചാള എന്തായാലും വെച്ചോ. എനിക്ക് തോന്നുന്നു ചാള വെക്കുമ്പോ ഒത്തിരി നേരം നമുക്ക് ഇടാൻ പറ്റില്ല. അത് അടർന്ന് ഇങ്ങനെ പോരും. അതേപോലെ അയിലയുടെ പീസായാലും ഒന്ന് സൂക്ഷിച്ച് തവി നമ്മൾ ഈ ദോശക്ക് എടുക്കുന്ന തവിയാണെങ്കിൽ കറക്റ്റ് അടി കോരി നമുക്ക് എടുക്കാൻ പറ്റും. മറ്റേ കൂടുതൽ ചൂര പോലത്തെ മീനൊക്കെ ആണെങ്കിൽ കിടന്നോളും, പെട്ടെന്ന് നിങ്ങൾ വിട്ടുപോരില്ലേ. അപ്പൊ ഓക്കെ നിർത്താം ചേട്ടാ. അവന് മീൻ ഇഷ്ടമില്ല അല്ലേ? അവന് കഴിച്ചോളൂ. അവനാണ് ഇഷ്ടമില്ലാത്ത. ലല്ലുവിനാണ് ഇഷ്ടമില്ലാത്ത.
അപ്പൊ ഒരു ചോറിന്റെ അഭിപ്രായം പറയും ഇത് പറയില്ലേ അല്ലേ? ഏയ് ചോറിട്ട അഭിപ്രായം അടുത്ത വീഡിയോയില് പറയാം. റിന്റെ വാടാ അയ്യോ റിന്റെ വാടാ ഇങ്ങനെയുള്ള ഓരോ എക്സ്പ്രഷനുകൾ ഇടാണ്. വിളിക്കല്ല ചേച്ചി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് റിന്റനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കൊണ്ട് നിർത്താം. അപ്പൊ ആള് ഭംഗിയില്ലാന്ന് പറയണ, ഗ്ലാമർ ഇല്ലാന്ന് വന്നിട്ടുണ്ട്. അതന്നെ അപ്പൊ നിർത്താം. അടുത്ത വീഡിയോ ശരി ശരി ശരി. നമസ്കാരം.